പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഒരു പ്രിയ സഹോദരൻ, ഇന്ന് ഏപ്രിൽ 10 നമ്മൾ വെള്ളിയാഴ്ച. ഇന്ന് നമ്മൾ വിഷയം സമർപ്പണത്തെക്കുറിച്ചാണ്. എങ്ങനെയാണ് ഒരു സമർപ്പിതർ എന്തായിരിക്കണം, സമർപ്പിതർക്ക് എന്താണ് ദൈവം ആ സമർപ്പണത്തിற்கு നൽകുന്ന ആ പ്രതിഫലം എന്താണ് എന്ന് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോവുകയാണ്. ഇന്ന് ലോകത്തിലെ വിവിധ മേഖലകളിൽ കർത്താവിന് സമർപ്പിതരെ ആവശ്യമുണ്ട്, ശുശ്രൂഷകരെ ആവശ്യമുണ്ട്. ഒരു നല്ല ശുശ്രൂഷകന് നല്ലൊരു സമർപ്പിതനാണ്. വിശുദ്ധ അമ്മ ഇതാ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിത കർത്താവിന്റെ ദാസി നിന്റെ ഇഷ്ടം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറയുന്ന അമ്മ സമർപ്പിച്ച ആ സമർപ്പണം ദൈവിഷ്ടത്തിനായിട്ട്, ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് എല്ലാവരെയും കർത്താവ് അതിനായിട്ട് ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാരെ, അവര് ജീവിതത്തിലെ ഉത്തരവാദിത്വം, അവരുടെ വിളി തിരഞ്ഞെടുക്കേണ്ട ടേണിംഗ് പോയിന്റിലാണ്. ഈ സമയത്ത് എടുക്കുന്ന തീരുമാനമാണ് അവരെ ദൈവം ഒരുക്കുന്നത്. ആ ഒരുക്കുന്ന വേളയിൽ കർത്താവിനായിട്ട് ഇന്ന് സമർപ്പിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധ അമ്മയെ പോലെ സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും ദൈവം തന്നെ ആത്മാവിനെ നൽകി അവരെ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കും. ജോയൽ പ്രവാചകരോട് അവിടെ നള്ളി ചെയ്യുന്നു, അവസാന നാളുകളിൽ ദാസന്മാരുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുകയും വൃദ്ധന്മാർ സ്വപ്നം കാണുകയും ചെയ്യും. ദൈവം നൽകുന്ന ആത്മാവ് വരങ്ങൾ, ഫലങ്ങൾ, ദാനങ്ങൾ നൽകി അവരെ ശുശ്രൂഷകരെ ദൈവം ഒരുക്കും. ഇനിയും ബുദ്ധി കൊണ്ടല്ല ശുശ്രൂഷ ചെയ്യുന്നത്, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടാണ്. ബുദ്ധിമാന്മാരെയും വിവേകളെയും ദൈവം മറിച്ച് ശിശുക്കൾക്ക് വെളുത്തുന്നു. ആരാണ് ശിശുക്കള്? ദൈവത്തിന് സമർപ്പിക്കുന്നവരാണ്. ദൈവത്തിന് സമർപ്പിച്ച് ദൈവിഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ദൈവം ആഗ്രഹിക്കുന്ന സമർപ്പിതര്. അവരാണ് ശിശുക്കൾ എന്ന് പറയുന്നത്. ശിശുക്കൾക്ക് ദൈവം എല്ലാം വെളിപ്പെടുത്തി കൊടുക്കും, എല്ലാ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും നൽകും. അപ്പൊ ദൈവം തന്റെ ആത്മാവിനാൽ നമ്മൾ നിറയുവാനായിട്ട് ആഗ്രഹിക്കുന്നവര്, ദൈവ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര്, ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ നേടണമെന്ന് ആഗ്രഹിക്കുന്നവര്, അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു ധ്യാന ശുശ്രൂഷയാണ് ദൈവികാരുണ്യാശ്രമം അല്ലെങ്കിൽ അഞ്ചുകുഴിയിലെ റാന്നിയിലെ ഒരു നടത്തുന്ന ഈ ധ്യാനം നമ്മൾ ആത്മാക്കളെ നേടുവാൻ വേണ്ടിയാണ്. സ്വയം നമ്മൾ നേടുകയും മറ്റുള്ളവരെ നേടുവാൻ വേണ്ടി ദൈവം ഈ ധ്യാനത്തെ അതിന് പ്രത്യേകമായിട്ട് ഒരുക്കുന്നതാണ്. ഈ ഒരു ഇതിൽ പങ്കെടുക്കുന്നവരുടെ ലക്ഷ്യം ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതായിരിക്കണം. ഈ ധ്യാനത്തിലൂടെ നമ്മൾ പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുവാൻ വേണ്ടിയാണ്. നമ്മൾ ഇങ്ങോട്ട് മേടിക്കാനല്ല, നമ്മൾ അങ്ങോട്ട് കൊടുക്കാനാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇങ്ങോട്ട് ഒന്നും വേണ്ട. നമുക്ക് മറ്റു ഭൗതിക തലങ്ങളോ ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങളോ ഒന്നും വേണ്ട. ആത്മീയ നേട്ടത്തിന് വേണ്ടി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വരുന്നവരാണ് നമ്മുടെ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുവാനായിട്ട് കടന്നു വരുന്നവര്. ഇനിയും കടന്നു വരാനിരിക്കുന്നവരും അങ്ങനെയുള്ളവരാണ്. അവർ ആത്മാവ് കൊണ്ട് നിറയണം. ദൈവവിശ്വാസവും പ്രത്യാശയും സ്നേഹവും കൊണ്ട് നിറഞ്ഞ് നിക്കോദോസിനോട് ഈശോ പറയുന്ന പോലെ നീ വീണ്ടും ജനിക്കണം, പുതിയ സൃഷ്ടിയായി മാറണം. പഴയ മനുഷ്യനെ, പാപത്തിറഞ്ഞ കലശലമായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനായ യേശുവിനെ ധരിക്കാനാണ് നമ്മൾ ഈ ധ്യാനത്തിലേക്ക് കടന്നു വരേണ്ടത്. ഇവിടെ ഭൗതികമായ ഒരു നേട്ടമോ ഭൗതികമായ ഒരു കാര്യങ്ങളോ ആർക്കും വാഗ്ദാനം ചെയ്യുന്നില്ല. എന്നാൽ കർത്താവ് പറയുന്നത് പോലെ എന്റെ രാജ്യവും എന്റെ നീതിയും അനുഷ്ഠിക്കുമ്പോൾ അതോടൊപ്പം മറ്റെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. മറ്റെല്ലാം അതോടൊപ്പം നമ്മൾക്ക് ലഭിക്കും. എന്താണോ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം എന്താണോ നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത്, അത് ദൈവം നമുക്കായിട്ട് ഒരുക്കി നൽകുകയാണ്. അതാണ് നമ്മുടെ ഈ ധ്യാനത്തിന്റെ ഒരു പ്രത്യേകത. അതാണ് ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ ഭൗതിക തലങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സുകളൊന്നും ഉണ്ടാവില്ല. എങ്ങനെ ഒരു ശുശ്രൂഷകനായി മാറാം, എങ്ങനെ ഒരു ശുശ്രൂഷകയായി മാറാം, എങ്ങനെ ഒരു സമർപ്പിതനും ആയിത്തീരാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ എപ്പോഴും ധ്യാനിക്കുകയും നമ്മൾ പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. ഒരു ശുശ്രൂഷകരെ ഒരുക്കുക, യഥാർത്ഥ ശുശ്രൂഷകരെ ഒരുക്കുക. വെളിപാടിന്റെ പുസ്തകം പറയുന്നു, ഇപ്പോൾ അപ്പസ്തലന്മാരെ നടിക്കുകയും അങ്ങനെ അല്ലാതായിരിക്കുന്നവരെയും അവര് വ്യാജനാണെന്ന് തിരിച്ചറിഞ്ഞു. അവര് കപട അപ്പസ്തലന്മാരാണ്, വ്യാജനാണ് അവര് എന്ന് തിരിച്ചറിയുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ വിവേകം, ബുദ്ധി നമുക്ക് ലഭിക്കുവാനായിട്ട്, നല്ലതെന്നും തിന്മ എന്തെന്നും നന്മ എന്തെന്നും തിന്മ എന്തെന്നും തിരിച്ചറിയുവാനായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ ആ വിവേക ആത്മാവ് എല്ലാം നമുക്ക് ഈ ധ്യാനത്തിലൂടെ നമുക്ക് ലഭിക്കുവാനായിട്ട്. ഇവിടെ ശുശ്രൂഷയും ധ്യാനവും കൂടാണ്. നമ്മൾ ധ്യാനം മാത്രമല്ല, ക്ലാസ് മാത്രമല്ല, അതിനൊപ്പം രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ട് അത് ആത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുന്നത് വരെ നമ്മൾ
നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു, പുതിയ സൃഷ്ടിയായി മാറി എന്ന് നമ്മൾ ബോധ്യം കിട്ടുന്നത് വരെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോഴാണ് കർത്താവ് നമുക്ക് അഭിഷേകം നൽകുക. ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞത്, ദൈവ ഉന്നതങ്ങളിൽ ശക്തി വരുന്നത് വരെ നിങ്ങൾ നഗരത്ത് തന്നെ വസിക്കുവിൻ, ഉന്നതങ്ങളിൽ ശക്തി വരുന്നത് വരെ. അപ്പോൾ ഓരോ ശുശ്രൂഷകരും എടുക്കേണ്ട തീരുമാനം അതാണ്. ഉന്നതങ്ങളിൽ ശക്തി ലഭിക്കുന്നത് വരെ ദൈവസന്നിധിയിൽ ഇരിക്കുക, ദൈവത്തോടത്ത് ആയിരിക്കുക. ഉന്നതങ്ങളിൽ ശക്തി കിട്ടിക്കഴിയുമ്പോഴാണ് ലോകത്തിന്റെ അതിൽ സുരക്ഷിതത്വാൻ നല്ല ശുശ്രൂഷകരായി, നല്ല സമർപ്പിതരായി നമുക്ക് മാറാനായിട്ട് സാധിക്കുക. അപ്പൊ അതിനായിട്ടുള്ള നിരന്തരമായ പരിശ്രമമാണ് നമ്മൾ ഇതിലൂടെ, ഈ ശുശ്രൂഷയിലൂടെ, ഈ ധ്യാനത്തിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുക. അതിനെല്ലാ യുവതിവാക്കന്മാരെ, സമർപ്പിതരായിരിക്കുന്നവരെ എല്ലാം ധ്യാനമായിട്ട് ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരും അതിനായിട്ട് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. സെഹിയോൻ മാളികയില് ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി പരിശുദ്ധ അമ്മയാണ് അവരെ ഒരുക്കിയതും അവരെ അഭിഷേകം ചെയ്യുവാനായിട്ട് അവരെ അതിലേക്ക് നയിച്ചതും എല്ലാം പരിശുദ്ധ അമ്മയാണ്. അമ്മയുടെ സാന്നിധ്യമാണ്. അമ്മയുടെ സാന്നിധ്യം നമുക്കുമുണ്ട്. അമ്മ നമ്മളെ മുറുകെ പിടിച്ചുകൊണ്ട് ആ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് നമ്മുടെ ശുശ്രൂഷ ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമായി അനേക ആത്മാക്കളെ, അനേക യുവതിവാക്കന്മാർക്ക്, അനേകം സമർപ്പിതരെ നേടുവാനായിട്ട് ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിനായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും യാചിച്ചുകൊണ്ട് നമുക്ക് തുടർന്ന് നമ്മുടെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ശംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ.